ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടിൻ ഫ്ലെയിം യാത്രയിലെ ഡിവൈൻ ഫെമിനിൻസിനുണ്ടാകുന്ന ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അഥവാ ആത്മാവിൻ്റെ ഇരുണ്ട യാത്ര. ഇതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ടിൻ ഫ്ലെയിം ഓരോ ഡിവൈൻ ഫെമിനിനും അറിയാൻ പറ്റും. അവർ ജനിച്ചതിന് ശേഷമുള്ള ആ ജീവിതങ്ങളും കുഞ്ഞുനാൾ തൊട്ടേ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമകൾ കാണും. എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ട് ചെറുപ്പത്തിൽ ഒരു സന്തോഷം കിട്ടാത്ത പോലെ ഞാൻ എൻ്റെയോ തേടുന്നുണ്ട് എന്നുള്ളൊരു ഫീലായിരിക്കും വളർന്നു വരുന്നുണ്ടാവുക. അപ്പോൾ അവരവരുടെ കർമ്മ അനുസരിച്ച് ജീവിതത്തിൻ്റെ ഒരു പോയിൻ്റ് എത്തുമ്പോഴായിരിക്കും നമ്മുടെ ടിൻ ഫ്ലെയിമിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ DM വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇൻസെക്യൂരിറ്റീസിനെയും ഫിയറിനെയും നമ്മൾ ഇത്ര നാൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാ സാധനങ്ങളെയും എടുത്ത് പുറത്തിടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആത്മീയമായി ഉണരാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഒരു പ്ലാൻഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു 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 പ്രോസസ്സ് എന്ന് പറയാം. അതാണ് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടുമുള്ള ജനനം അഥവാ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പുതിയൊരു കാര്യം സംഭവിക്കണം, എന്ത് ചെയ്യും? നമ്മൾക്ക് ഒരു യാത്ര കാണില്ലേ, ഒരു സർട്ടൺ പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അതുപോലെയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാത്തിൽ നിന്നും അത് പല രൂപത്തിൽ ഒരു ഇൻസിഡൻറ്റ് കാരണമാകാം, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാകാം. അപ്പം നമ്മൾ ഏത് പിടിച്ചാൽ നമ്മളെ അവേക്കണാവാൻ പറ്റും എന്നുള്ളത് ഭഗവാന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനത്തെ ട്രിഗർ തന്നിട്ടായിരിക്കും നമ്മളെ അവേക്കൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാലം നമ്മൾ ഇങ്ങനെ ഒരു തോടിനുള്ളിലോട്ട് വലിയുന്ന പോലെ നമ്മൾ അങ്ങനെ വലിഞ്ഞിരുന്ന് ഇങ്ങനെ നമ്മൾ പിന്നെ കുറേ കാലം നമ്മൾ ചിലപ്പം കരയുന്നുണ്ടായിരിക്കും. നമ്മുടെ DMനെ ഓർത്ത് കരയും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ട്രിഗർ, നമ്മൾ ഐസൊലേഷൻ, അതായത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ വരുമ്പം ഭഗവാൻ നമ്മളെല്ലായിടത്തു നിന്നും ഒറ്റപ്പെടുത്തും. നമ്മൾ ഇത്ര നാളും സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഫ്രണ്ട്സ്, ഗ്രൂപ്പുകൾ, ഫാമിലി, ഇതൊന്നും നമുക്ക് വർക്കൗട്ട് ആവാതാവും. അപ്പം കുറേ കാലം നമ്മളിങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കും. അപ്പം നമ്മൾ തന്നെ ചോദിക്കാൻ തുടങ്ങും, വാട്ട് ഹാപ്പനിങ് ടു മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം നിരന്തരം നമ്മൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോവും, മറ്റുള്ളവരോട് ഈ ഒരു കാര്യം പറയും. അപ്പോൾ അവർക്കൊന്നും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. അവർ പറയും, എന്താണ് കുട്ടിക്ക് ചിത്തഭ്രമമാണോ, ഭ്രാന്താണോ എന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് തന്നെ ഒരു പോയിൻ്റ് എത്തുമ്പോൾ തോന്നും, എനിക്ക് ഭ്രാന്താണോ എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കിൽ ഒരുപാട് ചിലപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ വാട്ടെവർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊന്നും നമുക്ക് റിയലായിട്ടൊരു ആൻസർ കിട്ടില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലാസ്റ്റ് സറണ്ടർ സ്റ്റേജിലോട്ട് വരും. എന്നിട്ട് നമ്മൾ ഈശ്വരനോട് തന്നെ ചോദിക്കാൻ തുടങ്ങും. നമ്മുടെ ഈഗോ ഒക്കെ അങ്ങ് മാറ്റും ആ സമയത്തേക്ക്. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഭഗവാനെ പ്ലീസ് ഹെൽപ്പ് മീ, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടിത്തുടങ്ങും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പെതിയെ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവാണല്ലോ. അപ്പോൾ നമ്മൾ എൻ്റെയൊക്കെ കേസിൽ പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അത്ര ഫെമിലിയർ അല്ലായിരുന്നു ഈ വേർഡൊന്നും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, അത് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചു തുടങ്ങും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ മുമ്പിലോട്ട് ആൻസർ കൊണ്ടുവരും. നമ്മൾ തന്നെ മനസ്സിലാക്കി തുടങ്ങും, ഓക്കെ എനിക്കെന്താണ് സംഭവം? ഞാനൊരു ടിൻ ഫ്ലെയിം യാത്രയിലാണ്. അപ്പോൾ എനിക്ക് ആത്മീയമായ സ്പിരിച്വൽ അവേക്കനിങ്ങാണ് എനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. അപ്പോൾ ഇതാണ് സ്പിരിച്വൽ അവേക്കനിങ്.